വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫറ്റ്. ഇന്നത്തെ റീഡിംഗ് നിങ്ങൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ എന്ത് ചെയ്യണം മുന്നോട്ട് എന്നുള്ള ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ, അങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടിയുള്ള റീഡിംഗ് ആണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്കുള്ള ദൈവിക ഗൈഡൻസ് എന്താണെന്നുള്ളതാണ്. ദൈവത്തിന് നിങ്ങളോട് എന്ത് കാര്യമാണ് പറയാനുള്ളത്, ഇതുമായിട്ട് മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നൊക്കെയുള്ള റീഡിംഗ് ആണ്. അതിനുവേണ്ടി ഞാനിവിടെ 2 പിക്ചേഴ്സ് വെച്ചിട്ടുണ്ട്. ഇതിലേതാണോ നിങ്ങൾക്കൊരു കണക്ഷൻ തോന്നുന്നത്, നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്നത്, അത് സെലക്ട് ചെയ്യുക. എംപ്രസ്, ത്രീ ഓഫ് പെന്റക്കിൾസ്, Nine of Wands, Tower, Death, Chariot, Ace of Swords, Magician, Knight of Pentacles, Hermit. അത് താഴെ പോയ കാർഡാണ്. Judgment, Page of Swords, Five of Pentacles, Three of Pentacles. Bottom of the deck Strength ആണ് വന്നിരിക്കുന്നത്. Harmony, Lovers, Morality, Completion, Dream. ബോട്ടം ഓഫ് ദ ഡെക്ക് അവെയർനെസ് ആണ് വന്നിരിക്കുന്നത്. പൈൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളൊരു ട്രാൻസ്ഫോർമേഷനൊക്കെ നടക്കുന്ന സമയമാണ്. ഒരു ഐസൊലേഷൻ സമയം കഴിഞ്ഞ്, ചിലരിപ്പോഴും ഐസൊലേഷനിലാണ്. ഐസൊലേഷൻ കഴിഞ്ഞവർക്കാണെങ്കിൽ ഒരു സഡൻ ആയിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന ഒരു സമയമായിട്ടാണ് വന്നിട്ടുള്ളത്. അതാണ് ഇവിടെ ടവറും ഡെത്തും ഒരുമിച്ച് വന്നിരിക്കുന്നത്, ചാരിയറ്റും ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. ഇത് കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളിൽ നടക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷനാണ്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് പഴയത് കംപ്ലീറ്റ് ആയിട്ട്, ആ ഒരു പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ട് എൻഡായിട്ട് ഒരു ന്യൂ ബിഗിനിങ്ങിലോട്ടേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. ഈ ന്യൂ ബിഗിനിങ് വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനഃശക്തി വരുന്നു എന്നുള്ളതാണ്. അതായത് എന്തും തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള അത്രയും ഒരു മൈൻഡ് പവർ നിങ്ങളിലേക്ക് വന്നു എന്നുള്ളതാണ് ഈ ചാരിയറ്റ് കാണിക്കുന്നത്. ഈ ഒരു മൈൻഡ് പവർ നിങ്ങളിലേക്ക് വന്നത് നിങ്ങൾ ഇത്രയും കാലം ഫേസ് ചെയ്തുകൊണ്ടിരുന്ന സാഹചര്യങ്ങൾ, അതിൽ നിന്നും നിങ്ങൾ ഒരുപാട് ലെസൺസ് പഠിച്ചു. ഈ ലെസൺ പഠിച്ചതിൽ നിന്നാണ് നിങ്ങൾക്ക് ഇത്രയും ഒരു മൈൻഡ് പവർ വന്നത് എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അതൊരു പുതിയ തുടക്കത്തെയാണ് കാണിക്കുന്നത്. ഈ ഒരു തുടക്കത്തിൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അധികാരം ഉണ്ടാവുന്നുള്ളതാണ് കാണിക്കുന്നത്. എന്തോ ഒരു അധികാരം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എന്നുള്ളത്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്കുള്ള കൺഫ്യൂഷൻ, ഇത് നിങ്ങൾ ഒരുപാട് ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫേർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാഷനിലോട്ടേക്ക് കടക്കണം എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് വരുന്നുണ്ടാവാം. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷനാണ് കാണാൻ പറ്റുന്നത്. അതിലായിരിക്കും നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ, എന്ത് ചെയ്യണം എന്ന് മനസ്സിലാകാതെ ഒരു നിശ്ചലമായിട്ടൊരു നിൽക്കുന്ന ഒരവസ്ഥ. ഒന്ന് ഇപ്പോൾ ഉള്ളതിലാണെങ്കിൽ നിൽക്കാൻ പറ്റുന്നില്ല, മറ്റൊന്നിലേക്ക് പോകണം. പക്ഷെ അവിടെ പോകണ്ടെങ്കിൽ ഈ ഒരു കംഫേർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യാനാണെങ്കിൽ നിങ്ങളുടെ സാഹചര്യം നിങ്ങളെ അനുവദിക്കുന്നില്ല. മേ ബി നിങ്ങൾക്ക് പാർട്ട്ണർ ഉണ്ടാവാം, അല്ലെങ്കിൽ ഫാമിലി ആയിരിക്കാം. ഏതൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവാം. ഇതുകൊണ്ട് നിങ്ങൾക്ക് കംഫേർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. എടുത്ത തീരുമാനം തെറ്റാവുമോ ശരിയാകുമോ, എല്ലാം ഫ്ലോപ്പായി പോകുമോ എന്നുള്ളൊരു ഫിയർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്.
നിങ്ങളുടെ തീരുമാനവുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കവിടെ ഒരുപാട് ബ്ലോക്ക് ഉണ്ടാവുമെന്നുള്ളൊരു തോന്നൽ, തടസ്സങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഫേസ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ, അതിനുള്ളൊരു പവർ നിങ്ങൾക്കുണ്ടോ എന്നൊക്കെയുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ദൈവത്തിന് നിങ്ങളോട് പറയാനുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത് അതുമായിട്ട് ധൈര്യത്തിൽ മുന്നോട്ട് പോകാനാണ് പറയുന്നത്. മജീഷ്യൻ കാർഡ് അതാണ് കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, എന്തിലോട്ടേക്ക് പോകാനാണോ ആഗ്രഹിക്കുന്നത് അതിലോട്ടേക്ക് പോകാൻ തന്നെയാണ് പറയുന്നത്. കാരണം അവിടെ നിങ്ങൾക്ക് സക്സസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ഒരു പേർപ്പസ് ആയിട്ടാണ് വരുന്നത്. ഈ ഒരു കാര്യത്തിലേക്ക് ആദ്യത്തെ സ്റ്റെപ്പ് വച്ച് കഴിഞ്ഞാൽ അതിനുള്ള ആൾക്കാർ നിങ്ങളെ സഹായിക്കാൻ വരും എന്നാണ് കാണിക്കുന്നത്. അതാണ് ഇവിടെ മജീഷ്യൻ്റെ മുകളിൽ തന്നെ 3 ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നത്. അതായത് നിങ്ങളെ ഇതിലോട്ടേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ അതേ വൈബ്രേഷനിലുള്ള ആൾക്കാർ, അതേ ചിന്താരീതിയിലുള്ള ആൾക്കാർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മുന്നിട്ട് നിങ്ങളിലേക്ക് വരും. അവിടെ നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങളൊന്നും ചെയ്യാതെ തന്നെ അവിടെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വരും എന്നുള്ളതാണ് കാണിക്കുന്നത്. ഒരൊറ്റ സ്റ്റെപ്പ് വെക്കേണ്ട ഒരു പണിയേ നിങ്ങൾക്കുള്ളൂ, ബാക്കി യൂണിവേഴ്സ് തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ളത്. കുറച്ച് ഡിലേ എനർജിയാണ് വന്നിട്ടുള്ളത്. ഇതിലോട്ടേക്ക് ഇറങ്ങാൻ വേണ്ടി നിങ്ങൾക്ക് ടൈം എടുക്കും. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസും ഹെർമിറ്റും കാണിക്കുന്നത് കുറച്ച് സ്ലോ ആയിട്ടുള്ള എനർജിയാണ്. അതായത് ഇപ്പോൾ അനുകൂലമായിട്ടുള്ള സമയമല്ല, ഇപ്പോൾ ഒരു ജഡ്ജ്മെൻറ്റ് നടക്കുന്ന ഒരു സമയമായിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം ഇവിടെ 3 കാർഡ്സും ഒരുമിച്ചാണ്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, ഹെർമിറ്റ്, ജഡ്ജ്മെൻറ്റ് നടക്കുന്ന ഒരു സമയം ആയതുകൊണ്ട് കുറച്ച് സ്ലോ ആയിരിക്കും. കാരണം ഇതിനു വേണ്ടി കുറച്ചും കൂടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട ഒരാവശ്യമുണ്ട്. പക്ഷെ അതിലോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾക്കവിടെ സക്സസ് ആണ് ഉണ്ടാവുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇപ്പോഴും ചെറിയ കർമാസ് നിങ്ങൾക്ക് ബാക്കിയുണ്ട്. അതാണ് ഇവിടെ 6 ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നത്. ആ ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട്. ഇത് പല രീതിയിൽ നമുക്ക് റീഡ് ചെയ്യാം ഈ കാർഡ്സൊക്കെ. പക്ഷേ ഈ ഒരു റീഡിങ്ങിൽ വന്നിരിക്കുന്നത് ഇതൊരു കർമ്മ ബാലൻസിങ്, ഇനിയും ഒരു ബാലൻസ് നടക്കാനുണ്ട് എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. അതുകൂടി കഴിയണം. എന്തിലോ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. ആ ഒരു സ്റ്റക്ക് എനർജി അവിടെ നിന്ന് നിങ്ങൾ പിന്തിരിയണം എന്നുള്ളതാണ് ഇവിടെ 5 ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നത്. അത് ഉപേക്ഷിച്ച് നിങ്ങൾ പോകണം എന്നുള്ളതാണ്. ഇപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ഇല്ലാത്ത എന്തോ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. തിരിച്ചു വരും എന്നുള്ള, അല്ലെങ്കിൽ തിരിച്ചത് നിങ്ങൾക്ക് കിട്ടും എന്നുള്ള ഒരു ഇതിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ ആ വെയിറ്റിംഗ് എനർജിയാണ് നിങ്ങൾക്കത് തടസ്സമായിട്ട് നിൽക്കുന്നത്. അത് തിരിച്ചു വരേണ്ടതാണെങ്കിൽ പോലും അത് വരാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ വെയിറ്റിംഗ് എനർജിയാണ്, നീഡിങ് മൈൻഡാണ്. അപ്പോൾ ആ 2 കാര്യങ്ങളും മാറ്റണം. നീഡി ആയിട്ടുള്ള ആ ഒരു എനർജി അവിടെ നിന്ന് മാറ്റണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. വരേണ്ടതാണെങ്കിൽ വരും, പോകേണ്ടതാണെങ്കിൽ പോകും. പക്ഷേ ഇവിടെ വരേണ്ടത് പോലും നിങ്ങളായിട്ട് ബ്ലോക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ സമയത്ത് നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള എനർജി കുറച്ച് ഉയർന്നു വരാനുള്ള ഒരു ഫെമിനൈൻ എനർജി നിങ്ങളിൽ ഒരു ഡിവൈനിറ്റിയിലേക്ക് വരാനുള്ള ഒരു ചാൻസ് ഇവിടെ കാണുന്നുണ്ട്. കൂടുതൽ പേർക്കും ഇവിടെ ഹെർമിറ്റ് കാണിക്കുന്നതും ചാരിയറ്റ് കാണിക്കുന്നതും സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഗ്രോത്തിനെയാണ് കാണിക്കുന്നത്. ഈ ഒരു സമയം ഐസൊലേഷൻ സമയം ആയിരിക്കാം, പക്ഷെ അത് ചാരിയറ്റിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ സെൽഫ് റിയലൈസേഷൻ്റെ ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഐസൊലേഷനും ഈ ഒരു ടവറും ഡെത്തും ചാരിയറ്റൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങളിൽ സ്ട്രെങ്ത് വരുന്നു, നിങ്ങൾ അവെയർ ആകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ റിസൾട്ട്. അവെയർനെസ് വരുമ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഐഡിയാസ് വരും. അതായത് എന്ത് ചെയ്യണം ചെയ്യണ്ട എന്നുള്ള ഐഡിയ. നിങ്ങൾ പാസ്റ്റിലും ഫ്യൂച്ചറിലും ഹാങ് ആയതുകൊണ്ടാണ് ആ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടാത്തത്, ഒരു മെൻ്റൽ ക്ലാരിറ്റി നിങ്ങൾക്ക് ഇല്ലാത്തത്. ഇവിടെ അവെയർനെസ് വരുന്നതെന്ന് വെച്ചാൽ പ്രസൻറ്റിൽ നമ്മുടെ മൈൻഡ് വരുമ്പോഴാണ് അവെയർനെസ് വരുന്നത്. അവിടെ അവെയർനെസ് വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു മെൻ്റൽ ക്ലാരിറ്റി വരും. ഈ ക്ലാരിറ്റിയിലൂടെയാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും ഓപ്പണായി വരുന്നത്. അതുപോലെ ഇപ്പോൾ ഒരു കംപ്ലീഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. കാരണം ഇവിടെ ലവേഴ്സും കംപ്ലീഷനും വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പാർട്ട്ണറുടെ ഒരു കുറവ് നിങ്ങൾക്കുണ്ടാവാം. പാർട്ട്ണർ ഉള്ളവർക്കും അത് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അത് നിങ്ങൾക്കൊരു കംപ്ലീഷൻ ഇല്ലാത്തൊരു ഫീൽ നിങ്ങൾക്ക് തരുന്നുണ്ടാവാം. കാരണം നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾ നമ്മുടെ കൂടെ വേണം എന്നുള്ള ഒരു ചിന്തയായിരിക്കാം. എന്തൊക്കെ അച്ചീവ് ചെയ്താലും അങ്ങനെ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ അത് അപ്പോഴാണ് ഒരാളുടെ കംപ്ലീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. അത് തന്നെയാണ് നിങ്ങൾക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. എന്തൊക്കെ വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്താലും ആ ഒരു ഏരിയ നിങ്ങൾക്ക് മിസ്സായിട്ടാണ് കാണിക്കുന്നത്. ഒരു പാർട്ട്ണർ എന്നുള്ള ഏരിയ ഉള്ള ആൾക്ക് പോലും ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അത് വരുന്നുണ്ടാവില്ല. അത് മിസ്സിങ് പാർട്ടായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു മിസ്സിങ് പാർട്ട് നിങ്ങളിൽ ശരിക്കും ഇഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഇപ്പോൾ അത് ചിന്തിക്കേണ്ട ഒരു ടൈമായിട്ട് കാണിക്കുന്നില്ല. കാരണം ഇപ്പോൾ നിങ്ങളൊരു ഹാർമണിയിൽ വരേണ്ടതാണ്.
നിങ്ങൾക്കുള്ള ആൻസർ നിങ്ങൾക്ക് ഡ്രീമിലൂടെ പല സയൻസായി യൂണിവേഴ്സ് കാണിച്ചു തരുന്നുണ്ട് എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു അവയർനെസ്സും ഹാർമണിയും നിങ്ങൾക്ക് വരാത്തത് കൊണ്ട്, നിങ്ങളിൽ ആ ഒരു മിസ്സിങ് ഫീലും ഉള്ളത് കൊണ്ട് നിങ്ങൾക്കത് കറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആ കണക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അതിനുള്ള ആൻസർ കിട്ടാത്തത്. ദൈവമായാലും നിങ്ങൾ ഏത് ശക്തിയിലാണോ വിശ്വസിക്കുന്നത് ആ ഒരു ശക്തി നിങ്ങൾക്ക് ഡ്രീമിലൂടെ നിങ്ങൾക്ക് വേണ്ട ഹിൻഡ് തരുന്നുണ്ട് എന്നുള്ളതാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. അത് മനസ്സിലാവാത്തതിൻ്റെ കാരണം നിങ്ങൾക്ക് മിസ്സിങ് പാർട്ടിലാണ് ഫോക്കസ് വരുന്നത്. എന്താണോ നിങ്ങൾക്കൊരു മിസ്സായിട്ട് തോന്നുന്നത് അതിലാണ് നിങ്ങൾക്കൊരു ഫോക്കസ്. ബാക്കിയുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് അവെയർ ആവാൻ പറ്റുന്നില്ല. ആ ഒരു മിസ്സിങ് പാർട്ടിൽ നിങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് തടസ്സങ്ങൾ തന്നെയാണ് ഉണ്ടാവുക. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള റിസൾട്ട് നിങ്ങൾക്ക് ചെയ്യുന്ന കാര്യത്തിൽ കിട്ടണം എന്നില്ല. ഇവിടെ നിങ്ങൾക്ക് മജീഷ്യൻ കാർഡ് വന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമായിട്ട് നിങ്ങളിപ്പോൾ എന്ത് ചെയ്യാനാണോ ആഗ്രഹിക്കുന്നത്, എന്ത് ഗോളാണോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതുമായിട്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. കാരണം അത് നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിലോട്ടേക്ക് എത്തുമ്പോൾ, അത് ചെയ്യാൻ പോകുമ്പോൾ അവിടെ ഒരുപാട് തടസ്സങ്ങൾ വരും. ആ തടസ്സങ്ങൾ കണ്ട് പിന്മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. തടസ്സങ്ങൾ തരണം ചെയ്ത് പോയാൽ മാത്രമേ നിങ്ങൾക്ക് സക്സസ് ഉള്ളൂ എന്നാണ് കാണിക്കുന്നത്. ഇവിടെ സ്ട്രെങ്ത് അതിനെയാണ് കാണിക്കുന്നത്. ഓവറോൾ എനർജി സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ സ്വയം പര്യാപ്തരാകണം എന്നുള്ളൊരു എനർജി വന്നിട്ടുണ്ട്. അതായത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഇന്നർ പവർ കൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ഇതിലോട്ടേക്ക് എത്തണം എന്നാണ് മജീഷ്യൻ കാർഡ് കാണിക്കുന്നത്. ഈ മജീഷ്യൻ കാർഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ആളുടെ അരയിലൊരു ബെൽറ്റ് ഉണ്ട്. ആ ബെൽറ്റ് എന്ന് പറയുന്നൊരു പാമ്പാണ്. ഒറോപ്പറസ് എന്ന് പറയുന്ന ഒരു പാമ്പിനെയാണ് കാണിക്കുന്നത്. ഇത് സ്വന്തം വാല് തന്നെ കടിച്ച് പിടിച്ചിരിക്കുവാണ്. അങ്ങനെയാണ് അതൊരു ബെൽറ്റായി മാറിയിരിക്കുന്നത്. തല കൊണ്ട് വായ കൊണ്ട് ആ ഒരു പാമ്പിൻ്റെ സ്വന്തം വാല് തന്നെ കടിച്ച് പിടിച്ചിട്ടാണ് ബെൽറ്റ് പോലെ ആയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാമ്പ് കാണിക്കുന്നത് സ്വന്തം വാല് കടിച്ചു തിന്നുന്ന ഒരു പാമ്പിനെയാണ് കാണിക്കുന്നത്, അവനവനെ തന്നെ കടിക്കുന്നത്. അപ്പോൾ അത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പ്രപഞ്ചത്തിലെ എല്ലാറ്റിനെയും ഈ ഒരു പാമ്പ് ഭക്ഷിച്ചതിന് ശേഷം ലാസ്റ്റ് ഈ പാമ്പ് മാത്രം ബാക്കിയായി. അപ്പോൾ പിന്നെ ഭക്ഷിക്കാൻ വേണ്ടി ഒന്നുമില്ല. അപ്പോൾ ഈ പാമ്പ് അവിടെ സ്വയം ഭക്ഷിച്ച് പിന്നെ ജീവിക്കുകയാണ് ചെയ്യുന്നത്, വളരുവാണ് ചെയ്യുന്നത്. സ്വയം ഭക്ഷിച്ച് വളരുന്നതിനെ ഇവിടെ കാണിക്കുന്നത് സ്വയം പര്യാപ്തത എന്നുള്ളതാണ് കാണിക്കുന്നത്. അങ്ങനെ ഒരു ചാക്രികം മുഴുമിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ പാമ്പ്. അപ്പോൾ അതിൽ ഇപ്പോൾ നിങ്ങൾക്കുള്ള ഈ ഒരു സന്ദേശം എന്ന് വെച്ചാൽ, നിങ്ങൾക്കുള്ളിലെ കഴിവ് തന്നെ നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾ അതിലൂടെ വളരുക എന്നാണ്. അതിനാണ് ഞാൻ ഈ ഒരു പാമ്പിൻ്റെ എക്സാമ്പിൾ പറഞ്ഞത്. അത് നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല. ഈ പാമ്പ് സ്വയം ഭക്ഷിച്ചിട്ട് പിന്നെ വളരുവാണ് ചെയ്യുന്നത്. അതായത് പ്രപഞ്ചത്തിൽ പിന്നെ ഒന്നും ബാക്കിയില്ല. ഇതെല്ലാം ഭക്ഷിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്നും ബാക്കിയില്ല. പിന്നെ സ്വയം വാല് കഴിച്ച് അവനവനെ തന്നെ ഭക്ഷിച്ചാണ് പിന്നെ ഈ പാമ്പ് വളരുന്നത്. അതുപോലെയാണ് നിങ്ങളുടെ കാര്യവും. നിങ്ങളും സ്വയം നിങ്ങളുടെ ഉള്ളിലെ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കി അത് യൂട്ടിലൈസ് ചെയ്ത് അതിൽ നിങ്ങൾ വളരണം എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെ വളർന്നാലാണ് അതിൻ്റെ എല്ലാ ഒരു ഗുണങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും ഒരുപാട് ഹെൽപ്പ് കിട്ടും എന്നുള്ളതാണ്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആൾക്കാർ ഇങ്ങോട്ട് വരും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ നിങ്ങൾക്കുള്ള ദൈവിക സന്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യേണ്ട ഒരു കാര്യമായിരിക്കാം. എത്ര റിസ്ക് എടുത്താലും അവിടെ റിസ്ക് എടുക്കേണ്ടതാണ്. റിസ്ക് എടുത്താൽ മാത്രമാണ് അവിടെ സക്സസ് ഉണ്ടാവുക. അതല്ലെങ്കിൽ ഒരിക്കലും ഒരു വളർച്ച ഉണ്ടാവില്ല. അപ്പോൾ ആ റിസ്ക് എടുക്കാനാണ് ദൈവം നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന റീഡിംഗ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇവരുടെ റീഡിംഗ് ആണ്. Nine of Swords, Seven of Pentacles, Three of Swords, Ace of Swords, Two of Cups, King of Pentacles, Five of Swords, Queen of Swords, Ace of Wands, Death, Justice, Two of Swords, Knight of Swords, Five of Cups, Page of Cups,
ബോട്ടം ഓഫ് ദ ഡെക്ക് 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ഷെയറിങ്, പ്രൊജക്ഷൻ, ഹീലിംഗ്, ഇന്നസെൻസ്. സോഴ്സ്, ലെറ്റിംഗ് ഗോ. ബോട്ടം ഓഫ് ദ ഡെക്ക് മൊറാലിറ്റിയാണ് വന്നിരിക്കുന്നത്. പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. ഇവിടെ കാണാൻ പറ്റുന്നത് കൂടുതൽ പേരും റിലേഷൻഷിപ്പിൽ സ്റ്റക്കായി നിൽക്കുന്ന ആൾക്കാരെയാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ മ്യൂച്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇല്ല എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് ഫീൽ ചെയ്യുന്നില്ല, ഇൻജസ്റ്റിസ് ആണ് ഫീൽ ചെയ്യുന്നത്. ഏത് റിലേഷൻഷിപ്പ് എടുത്താലും അത് ഒരു ലവ് റിലേഷൻ തന്നെ ആവണമെന്നില്ല. എന്ത് തരം ബന്ധം എടുത്താലും അതിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അങ്ങോട്ട് കൊടുക്കുന്നതൊന്നും ഇങ്ങോട്ട് കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നലാണ്. മാത്രമല്ല അതിൽ നിങ്ങൾ ഒരുപാട് വേദനിക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് കാണാൻ പറ്റുന്നത്. ഈ സമയത്ത് ആരെങ്കിലും ഒരാൾ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ടാവാം. ഒരു ലേഡി ആയിരിക്കാം. നിങ്ങളുടെ മേലെ ഓവറായിട്ട് ആരോ ഒരാൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺട്രോളിങ് നിങ്ങൾക്ക് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യത്തിൽ പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ആ ഒരു കൺട്രോള് നിങ്ങൾക്ക് അവരിൽ നിന്ന് എതിർത്ത് പുറത്തു വരാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം അവർക്ക് നിങ്ങളുടെ മേലെ അത്രയും ഇൻഫ്ലുവൻസ് ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കൊരു പൂർണ്ണത കിട്ടുന്നില്ല. ഒന്നും നിങ്ങൾക്ക് സ്വന്തം ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റുന്നില്ല. എപ്പോഴും അവരുടെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളൊക്കെ നോക്കി വേണം നിങ്ങൾ ചെയ്യാനും പ്രവർത്തിക്കാനും. അപ്പോൾ അത് നിങ്ങളെ വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതിൽ നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് വരണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളവിടെ ഫ്രീഡം ആണ് ആഗ്രഹിക്കുന്നത്. ഈ ഒരു ഫ്രീഡത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റുന്നില്ല. എപ്പോഴും നിങ്ങൾ ഡിപ്പെൻഡഡ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ കോ ഡിപ്പെൻഡൻസി നിങ്ങൾക്ക് ഒഴിവാക്കാനേ പറ്റുന്നില്ല. ഡിപ്പെൻഡഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. മേ ബി ഫിനാൻഷ്യലി നിങ്ങൾ ഡിപ്പെൻഡഡ് ആയിരിക്കാം. അതല്ലെങ്കിൽ റിലേഷൻഷിപ്പ് വൈസിൽ ഏതോ ഒരു കാര്യത്തിൽ നിങ്ങൾ ആരുടെയോ അടുത്ത് അല്ലെങ്കിൽ മറ്റെല്ലാവരിലും നിങ്ങൾ ഡിപ്പെൻഡഡ് ആയിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഫ്രീഡം ഇല്ല എന്നുള്ളതാണ്. ആ ഫ്രീഡത്തിലേക്കാണ് നിങ്ങൾ വരേണ്ടത്. ഈ ഫ്രീഡത്തിലേക്ക് വരണമെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ എതിർക്കേണ്ടി വരും. ഇങ്ങനെ എതിർത്ത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തോട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങളുടെ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് ഈ കോ ഡിപ്പെൻഡൻസി ആയിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത് റിലേഷൻഷിപ്പിലാണ് നിങ്ങളങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നതെന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ലവ് റിലേഷനിലും സ്റ്റക്കായവണ്, മറ്റുള്ള റിലേഷനിലും സ്റ്റക്കാണ്, ബന്ധങ്ങളിൽ സ്റ്റക്കാണ് എന്നുള്ളതാണ്. അപ്പോൾ ബന്ധങ്ങൾ പോകരുത് എന്നുള്ളത് കൊണ്ടാണ്. എതിർത്ത് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ നിങ്ങളോട് എന്തെങ്കിലും വന്ന് പറഞ്ഞു, അപ്പോൾ അത് നിങ്ങൾക്ക് നോ പറയാൻ പറ്റുന്നില്ല. പക്ഷെ നോ പറയേണ്ടടുത്ത് പറ്റണം, നോ പറയണം. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് നോ പറയാൻ പറ്റുന്നില്ല. നോ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് കരുതും, ഞാൻ അവരെ ബഹുമാനിക്കുന്നില്ല എന്ന് കരുതുമോ, അങ്ങനെയൊക്കെയുള്ള ഓവർ തിങ്കിങ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിപ്പെൻഡൻസി അങ്ങനെയുള്ള ആരോടൊക്കെയോ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡിപ്പെൻഡൻസി നിങ്ങൾക്ക് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ആരോടും നോ പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ആ നോ പറയാത്തതാണ് നിങ്ങളുടെ മിസ്റ്റേക്കായിട്ട് വന്നിരിക്കുന്നത്. ഈ ഡിപ്പെൻഡൻസി നിങ്ങൾക്ക് കംഫേർട്ട് സോണാണ്. ഇത് ബ്രേക്ക് ചെയ്യണം. ഇത് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് അവിടെ ജസ്റ്റിസ് കിട്ടുന്നത്. നിങ്ങൾക്കിപ്പം ഇൻജസ്റ്റിസ് എല്ലാ റിലേഷൻഷിപ്പിലും ഫീൽ ചെയ്യാനുള്ള കാരണം നിങ്ങളുടെ ഈ കോ ഡിപ്പെൻഡൻസിയും നിങ്ങൾക്ക് നോ പറയാനുള്ള മടിയുമാണ് കാണിക്കുന്നത്. അപ്പോൾ നോ പറയാനടുത്ത് പറഞ്ഞേ പറ്റൂ. അതല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകും. പ്രത്യേകിച്ച് ഗ്രോത്തോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു കാര്യം എന്നേക്കുമായിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നത്, അതായത് പറയേണ്ടടുത്ത് നിങ്ങളുടെ അഭിപ്രായം പറയണം, നോ പറയേണ്ടടുത്ത് പറയണം. അത് നിങ്ങൾ എപ്പോഴാണോ ആ ഒരു കാര്യത്തിൽ എത്തുന്നത് ആ സമയത്താണ് നിങ്ങളിൽ ഗ്രോത്ത് വരുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ലൈഫ് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. എല്ലാ റിലേഷനിലും നിങ്ങൾക്ക് പ്രോബ്ലംസ് ഉണ്ടാവും. നിങ്ങളുടെ ലവ് റിലേഷനിൽ നിങ്ങൾ എന്തെങ്കിലും പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഈ ആറ്റിറ്റ്യൂഡാണ്. അതായത് സെൽഫ് വർത്ത് ഇല്ല. ആ ഒരു സെൽഫ് വർത്ത് ഇല്ലാതെ നിൽക്കുമ്പോഴാണ് നമുക്ക് നോ പറയാൻ പറ്റാത്തത്, നമ്മൾ മറ്റുള്ളവരോട് ഡിപ്പെൻഡഡ് ആവുന്നത്. എപ്പോഴാണോ നിങ്ങൾ ഇതൊക്കെ പഠിക്കുന്നത് അന്ന് നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാൻ പറ്റും. നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഒരു സ്ട്രെങ്ത്തിലോട്ട് വരാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ എത്ര തന്നെ അധ്വാനിച്ചാലും അതിനുള്ള റിസൾട്ടൊന്നും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. ആ കിട്ടാത്തതിൻ്റെ കാരണം നിങ്ങളുടെ ഈ കോ ഡിപ്പെൻഡൻസി, നിങ്ങളുടെ സെൽഫ് വർത്ത് നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ്. അവിടെ മറ്റുള്ളവരുടെ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയായിരിക്കാം നിങ്ങൾ നോക്കുന്നത്. മറ്റാരും എന്നെക്കുറിച്ച് മോശം പറയാൻ പാടില്ല. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങളെ വല്ലാതെ തളർത്തുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നാണ് നിങ്ങൾ പുറത്ത് വരേണ്ടത്.
ഇവിടെ നിങ്ങൾ ഇതൊക്കെ ലെറ്റ് ഗോ ചെയ്യണം. പിന്നെ പാസ്റ്റിലെ റിലേഷൻഷിപ്പ് സ്റ്റക്കായി നിൽക്കുന്ന ആൾക്കാരെ കാണുന്നുണ്ട്. ബ്രേക്കപ്പിലുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പോഴും ആ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ സ്റ്റക്കായി നിൽക്കുന്ന ആൾക്കാരുണ്ട്. വെയിറ്റിങ്ങിൽ നിൽക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. നോ കോൺടാക്റ്റിലുള്ളവരാണെങ്കിൽ നിങ്ങളത് ലെറ്റ് ഗോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. നിങ്ങളിൽ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു കുഞ്ഞുണ്ട്. ആ ഒരു കുഞ്ഞിൻ്റെ, അതായത് ഇന്നർ ചൈൽഡ്, അപ്പോൾ ആ ഒരു ഇന്നർ ചൈൽഡ് ഹീലിംഗ് സംഭവിക്കുന്നില്ല. അതാണ് നിങ്ങളുടെ ഇന്നർ ചൈൽഡ് വോണ്ടഡ് ആയിട്ടാണുള്ളത്. അതാണ് നിങ്ങൾക്ക് ഈ കോ ഡിപ്പെൻഡൻസി വരുന്നതും നോ പറയാൻ പറ്റാത്തതും, നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് വർത്ത് മനസ്സിലാകാത്തതും, നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കാൻ പറ്റാത്തതും അതുകൊണ്ടാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് നിങ്ങൾക്ക് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ എടുത്താൽ തന്നെ അത് നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല അതിൽ നിന്ന്. അപ്പോൾ അതിൽ നിന്നാണ് നിങ്ങൾ മാറി വരേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് വർത്ത് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഇപ്പം നിങ്ങൾക്കുള്ള കൺഫ്യൂഷൻ, നിങ്ങൾക്ക് ആരോടും നോ പറയാൻ പറ്റുന്നില്ല. റിലേഷൻഷിപ്പിൽ എല്ലാ ബന്ധങ്ങളിലും നിങ്ങൾ സ്റ്റക്കായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഈ കാര്യത്തിൽ നിങ്ങളോട് ദൈവത്തിന് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട്, അതായത് സെൽഫ് വർത്ത് ഇല്ലാത്ത ഈ ഒരു ആറ്റിറ്റ്യൂഡ് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതിൽ നിന്ന് പുറത്ത് വരാനാണ് പറയുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഒരു ബാലൻസ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലിയില്ല, അങ്ങനെയൊക്കെ ആയിട്ടാണ് നിങ്ങൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ എപ്പോഴാണോ അവരോട് നോ പറയാൻ പഠിക്കുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഗ്രോ ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ദയവായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുതരും. അത് ജോലിയായിരിക്കാം, എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കാനുള്ള കാര്യമായിരിക്കാം. അങ്ങനെ എന്തായാലും നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുന്ന കാര്യം ദൈവം തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുതരുന്നതാണ് കാണിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ട ആകെയുള്ള കാര്യം എന്ന് പറയുന്നത് ഇതാണ്. സെൽഫ് വർത്ത് മനസ്സിലാക്കി മറ്റുള്ളവരെ എങ്ങനെ ഡീൽ ചെയ്യണം, അവരെ എവിടെ നിർത്തണം എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റി വേണം. അങ്ങനെ ഒരു സ്റ്റാൻഡ് നിങ്ങൾ എടുത്തെങ്കിൽ ഇനി സെൽഫ് വർത്ത് മറന്നൊന്നും ചെയ്യില്ല, ആർക്കും അങ്ങനെ വഴങ്ങി കൊടുക്കില്ല എന്നുള്ള രീതിയിൽ നിൽക്കുവാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സക്സസ്സിലേക്കുള്ള ഒരു ഡോർ ഓപ്പൺ ആയി വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ഡെത്തും വന്നിട്ടുണ്ട്, അതുപോലെ ന്യൂ ബിഗിനിങ്ങിനാണ് ഡെത്ത് കാണിക്കുന്നത്. ജസ്റ്റിസും വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ ഒരു അധികാരം വേണം. നിങ്ങൾക്കായിരിക്കണം കൂടുതൽ പ്രയോറിറ്റി, മറ്റുള്ളവർക്ക് ആ ഒരു പ്രയോറിറ്റി കൂടുതൽ കൊടുക്കാതിരിക്കുക. ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾക്കായിരിക്കണം. അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ജസ്റ്റിസ് വരുന്നത്. നിങ്ങൾ നിങ്ങളോടായിരിക്കണം കമ്മിറ്റഡ് ആവേണ്ടത്, നിങ്ങൾ മറ്റൊരാളോടല്ല കമ്മിറ്റഡ് ആവേണ്ടത്. നിങ്ങൾ മറ്റൊരാളിൽ നിന്നൊരു കമ്മിറ്റ്മെൻറ്റാണ് ഇവിടെ ആഗ്രഹിക്കുന്നത്. അത് ഏത് ബന്ധത്തിലാണെങ്കിലും നിങ്ങൾ അവിടെ ഒരു കമ്മിറ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അവിടെ മറ്റൊരാളോടല്ല നിങ്ങൾ കമ്മിറ്റഡ് ആവേണ്ടത്. നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു കമ്മിറ്റഡ് ആവണം എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളോട് കമ്മിറ്റ്മെൻറ്റ് ആവാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജസ്റ്റിസ് ഉണ്ട്. അവിടെയാണ് നിങ്ങളുടെ സക്സസ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ സോളുമായിട്ട് കണക്റ്റ് ആവും. നിങ്ങൾക്ക് ഒരുപാട് ഹീലിംഗ് ചെയ്യാനുണ്ട് കേട്ടോ. ഇവിടെ കംപ്ലീറ്റ് ഫുൾ വൂണ്ടഡ് ആയിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളുടെ എനർജി കംപ്ലീറ്റ് ഭയങ്കര വൂണ്ടഡ് ആണ്. അപ്പോൾ കുറേ ഹീലിംഗ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീൽ ചെയ്യാനുണ്ട്. അതുപോലെ എല്ലാ ഭാഗത്തും ലൈഫിൻ്റെ ഏതൊരു ഏരിയ എടുത്ത് നോക്കിയാലും കംപ്ലീറ്റ് ഒരു വൂണ്ടഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇതൊക്കെ ഹീലിങ്ങിലോട്ടേക്ക് വരാനുണ്ട്. പിന്നെ മനസ്സിൽ എന്തൊക്കെയോ സീക്രട്ട് വെച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. അതായത് പുറത്ത് പറയാൻ പറ്റാതെ ഉള്ളിൽ തന്നെ കൊണ്ട് നടക്കുന്ന സീക്രട്ടുള്ള ആൾക്കാർ. അങ്ങനെയുള്ളവർക്കുള്ള ഒരു ഡിവൈൻ ഗൈഡൻസ് എന്ന് പറയുന്നത് ഷെയറിംഗ് ആണ്. നിങ്ങൾ മറ്റുള്ളവരോട് ആരോടെങ്കിലും നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും ഒരാളോടെങ്കിലും ഈ ഒരു കാര്യം ഷെയർ ചെയ്യുക. ആ സമയത്ത് നിങ്ങൾ ഫ്രീ ആകും. നമ്മൾ ഇങ്ങനെ പുറത്ത് ഓപ്പൺ ആയിട്ടൊന്നും പറയാതെ എല്ലാം ഉള്ളിലൊതുക്കി വെക്കുമ്പോൾ അത് ശരിക്കും നമുക്ക് ബ്ലോക്കാണ്. ആരെങ്കിലും ഒരാളോട് നമ്മൾ വൾണറബിൾ ആവണം. ഇവിടെ നിങ്ങൾക്ക് വൾണറബിൾ ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് വന്ന ആ കൺട്രോളിങ് ഇഷ്യൂ ആണ് നിങ്ങൾക്ക് വൾണറബിൾ ആകാൻ പറ്റാത്തത്. നിങ്ങളുടെ ബേസിക് നേച്ചർ എന്ന് പറയുന്നത് ആ ഒരു കൺട്രോളിങ് ഇഷ്യൂ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്, നിങ്ങൾക്ക് കൺട്രോളിങ് ഇഷ്യൂസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ബൈ ബർത്ത് തന്നെ വന്നതായിട്ടാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ചാലഞ്ചിങ് ആയിരിക്കും. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തേത്. നിങ്ങൾക്ക് ഇങ്ങനെ കൺട്രോളിങ് ഇഷ്യൂ ഉണ്ട്, ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ട് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം. അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് ഒരാളോട് വൾണറബിളായിട്ട് സംസാരിക്കാനും വൾണറബിളായ രീതിയിൽ അവരോട് പെരുമാറാനും അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഒരു ലവ്ഡ് വൺസിനോടെങ്കിലും നിങ്ങൾ വൾണറബിൾ ആയിട്ട് പെരുമാറണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഷെയറിങ് പറ്റും. നിങ്ങൾക്കിപ്പോൾ ഒന്നും ഷെയർ ചെയ്യാൻ ആരോടും പറ്റുന്നില്ല, കാരണം നിങ്ങൾക്ക് ട്രസ്റ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട്. അപ്പം ഇത് മാറിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ പല കാര്യങ്ങളും ഓപ്പണായി വരും. നിങ്ങളുടെ ആ ഒരു സീക്രട്ടൊക്കെ മറ്റാരോടെങ്കിലും ഒന്ന് റിവീൽ ചെയ്ത് കഴിയുമ്പോൾ അത് അറ്റ്ലീസ്റ്റ് ഒരാളോടെങ്കിലും ചെയ്യണം. അത് നിങ്ങൾക്ക് നല്ല ബ്ലോക്കായി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യണം.
പിന്നെ നിങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങളിൽ തന്നെയാണ് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത്. അത് ഞാൻ റിപ്പീറ്റായിട്ട് പറയുന്നുണ്ട്. കാരണം ഇത് ഒരു ലവ് റിലേഷൻ്റെ ബേസിലല്ല ഞാൻ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതെന്ന് പറയുന്നത്. അത് എല്ലാതരം ബന്ധങ്ങളിലും നിങ്ങളുടെ പാരൻസിനോടോ ഫ്രണ്ട്സിനോടോ കൊളീഗ്സിനോടോ ഏത് തരം ബന്ധങ്ങളിലായാലും നിങ്ങൾ ആ ബന്ധങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ തന്നെ പ്രൊജക്ഷൻ ആണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് നിങ്ങളുടെ ഉള്ളിലാണ് ആദ്യം ശരിയാവേണ്ടത്. അത് മാറിയാൽ മാത്രമാണ് പുറത്ത് അത് റിഫ്ലക്റ്റ് ചെയ്യൂ. നിങ്ങളുടെ ഉള്ളിലെ ഒരു ഫ്രണ്ട് ഉണ്ട്. ആ ഒരു ഫ്രണ്ട് വോണ്ടഡായി നിൽക്കുമ്പോൾ നിങ്ങളുടെ പുറത്തുള്ള ഫ്രണ്ട്സും വോണ്ടഡായിട്ട് നിൽക്കും. നമ്മുടെ തന്നെ ഉള്ളിലെ റിഫ്ലക്ഷനാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ പാർട്ട്ണർ ഉണ്ട്. നിങ്ങളുടെ ഉള്ളിലെ പാർട്ട്ണർ വോണ്ടഡായിട്ട് നിങ്ങളുടെ ഉള്ളിലെ പാർട്ട്ണർക്ക് എന്തൊക്കെ നെഗറ്റീവ്സ് ഉണ്ടോ അത് തന്നെയാണ് നിങ്ങളുടെ പുറത്തുള്ള ഒരു പാർട്ട്ണർക്കും കാണാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആദ്യം നിങ്ങളുടെ ഉള്ളിൽ ഹീലിംഗ് സംഭവിക്കണം. അങ്ങനെയാണെങ്കിൽ അത് പുറത്തും റിഫ്ലക്റ്റ് ചെയ്യും. അതാണ് ബന്ധത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഈ ബന്ധങ്ങളിൽ നമ്മൾ എന്തെങ്കിലും പ്രോബ്ലംസ് കാണുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിലെ പ്രോബ്ലംസാണ്. നമ്മുടെ ഉള്ളിലെ ആ ബന്ധങ്ങളാണ് ആദ്യം റെഡിയാക്കേണ്ടത്. അത് ഹീലിംഗ് ചെയ്യാനുണ്ട്. അത് ഹീലിംഗ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് പുറത്ത് റിഫ്ലക്റ്റ് ചെയ്യും. കാരണം 3D വേൾഡിൽ നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ഉള്ളിലെ റിഫ്ലക്ഷനാണ്. പുറത്ത് നമ്മൾ കാണുന്നതെല്ലാം നമ്മുടെ ഇല്യൂഷനാണ്. ഈ ഇല്യൂഷൻ എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിലെ തന്നെ കാര്യങ്ങൾ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത്. നമ്മളെന്ന് പറയുന്ന ഒരു പ്രൊജക്ടറാണ്. ഈ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത് അത് കണ്ണിലൂടെയാണ് നമുക്ക് ആ വിഷൻ കിട്ടുന്നത്. നമ്മുടെ ബോഡി എന്ന് പറയുന്നത് പ്രൊജക്ഷനാണ്. അപ്പോൾ ആ പ്രൊജക്ഷൻ നടക്കുമ്പോഴാണ് നമുക്ക് ഉള്ളിലുള്ള പല കാര്യങ്ങളും പുറത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. പുറത്ത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ നമ്മുടെ ഉള്ളിലെ പ്രശ്നങ്ങളാണ്. ഇതൊക്കെ ഹീൽ ചെയ്ത് കഴിയുമ്പോൾ പുറത്തുള്ള കാര്യങ്ങളും ഹീലായി വരും. പുറത്തും നല്ലൊരു ലൈഫ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആദ്യം ഈ ഒരു ഹീലിംഗ് ആണ് നടക്കേണ്ടത്. അതിലാദ്യം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാം എൻ്റെ ഉള്ളിലെ റിഫ്ലക്ഷൻ ആണ് എന്നുള്ളതാണ്. ബന്ധങ്ങളുടെ അടിസ്ഥാനം ഇതാണ്. അപ്പം നിങ്ങൾ ഇതൊക്കെയാണ് ഹീൽ ചെയ്യേണ്ടത്. നിങ്ങളുടെ ഉള്ളിലുള്ള പല കാര്യങ്ങളും ഹീൽ ചെയ്യാനുണ്ട്. റിലേഷൻഷിപ്പ് സ്റ്റക്കായി നിൽക്കുന്ന ആൾക്കാരുണ്ട്, ലെറ്റ് ഗോ ചെയ്യാനാണ് പറയുന്നത്. നോ പറയേണ്ടടുത്ത് പറയണം. സെൽഫ് വർത്ത് മനസ്സിലാക്കണം. കോഡിപ്പെൻഡൻസി ഒഴിവാക്കുക. അതൊക്കെയാണ് നിങ്ങളോട് ദൈവത്തിന് പറയാനുള്ളത്. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത പല കാര്യങ്ങളും ഉണ്ടാവാം. അതൊക്കെ ഈ കാര്യങ്ങൾ മാറ്റുമ്പോൾ നിങ്ങളിലേക്ക് അതിനുള്ള ആൻസർ നിങ്ങൾക്ക് ക്ലിയറായിട്ട് കിട്ടും. അതിനുള്ള വഴി നിങ്ങൾക്ക് തുറന്നു വരും എന്നുള്ളതാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റീഡിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.